ഈ ദുസ്ഥിതി കേട്ടറിഞ്ഞ് 1981 നവംബർ 28 ഒരു നല്ല സമറായക്കാരൻ ഈ സുന്ദർപൂർ ഗ്രാമത്തിലേക്ക് കടന്നുവന്നു. തോളിലൊരു മാറാപ്പും തലയിലൊരു മരുന്നുപെട്ടിയും 4 കുഷ്ഠരോഗികളുമായി കടന്നുവന്ന ഫാദർ ക്രിസ്തുദാസ്. സുന്ദർപൂർ കുഷ്ഠരോഗികൾക്ക് മാത്രമായി ഇന്ത്യയിൽ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ കുഷ്ഠബാധിതർക്കും അവരുടെ മക്കൾക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാൾ ഫാദർ ക്രിസ്തുദാസ്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഇടമറുകു ഗ്രാമത്തിൽ വേലന്മാര് കുടിയിൽ കുടുംബത്തിൽ ജനിച്ച ഫാദർ ക്രിസ്തുദാസ് ഇതിനോടകം 50,000-ൽ പരം കുഷ്ഠരോഗികളെ സുന്ദർപൂരിൽ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. 53 വർഷമായി ഈ നല്ല സമറായന്റെ ജീവിതം കുഷ്ഠരോഗികൾക്കൊപ്പമാണ്. വടക്കൻ ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ സുന്ദർപൂർ ഗ്രാമത്തിൽ ഫാദർ ക്രിസ്തുദാസ് അർപ്പിച്ച ശുശ്രൂഷ ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു. 1,00,000 കുഷ്ഠബാധിതരെ സുഖപ്പെടുത്തുക മാത്രമല്ല, അവരെയും മക്കളെയും ജാതിമത വേർതിരിവുകളില്ലാതെ മരുന്നും ഭക്ഷണവും പാർപ്പിടവും വിദ്യാഭ്യാസവും നൽകി സ്വയം പര്യാപ്തരാക്കി ഞങ്ങളും ഈ നാടിന്റെ മക്കളാണ് എന്ന ബോധ്യം വളർത്തി ദൈവമക്കളാക്കി വളർത്തിയെടുക്കുവാൻ ഫാദർ ക്രിസ്തുദാസിന്റെ ജീവിതം ഈ ഗ്രാമവാസികൾക്കു വേണ്ടി ഹോമിക്കപ്പെടുകയായിരുന്നു. ബാബ, ഒരു സന്യാസിയാകണം, ലൗകിക സുഖങ്ങളിൽ നിന്നെല്ലാം വിട പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം, എന്തായിരുന്നു ഈ ജീവിതത്തോടുള്ള ഒരു ആകർഷണം? ഹിമാലയത്തട്ടിലോ വനത്തിലോ പോയി ഒരു ഋഷിയാകുവാനോ ഒരു സന്യാസിയാകുവാനോ ഉള്ള ആഗ്രഹം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പരമാർത്ഥം അതാണ്. പിന്നെ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ കുഷ്ഠരോഗികളുടെ ഇടയിൽ വന്ന് അവരെ സേവിക്കാനുള്ള ആകർഷണം എനിക്കുണ്ട്. ഇന്നുകൊണ്ട് അന്നുകൊണ്ടായിരുന്നു. കാരണം അവർ കഷ്ടപ്പെടുന്നവരാണ്. കഷ്ടപ്പെടുന്ന കുഷ്ഠരോഗികളിൽ അവരുടെ ജീവിതത്തിലൊരു ഒരു മീനിങ് ഉണ്ടാക്കി കൊടുക്കുവാൻ, അവരിൽ ക്രിസ്തുവിനെ കാണുവാൻ അങ്ങനെയൊരു ആകർഷണം എനിക്കുണ്ടായിട്ടുണ്ട്. ക്രിസ്തു ഒരു സന്യാസിയായിരുന്നല്ലോ. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ കാലടിപ്പാടുകളിൽ കൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാബയ്ക്ക് ഇത്രയൊക്കെ ഈ റിസ്ക് എടുക്കുവാനുള്ള ഈ ശക്തി, ഈ പവർ ഇത് എവിടുന്നാണ് കിട്ടുന്നത്? എൻ്റെ ഗുരു ക്രിസ്തുനാഥൻ 2000 വർഷം മുമ്പ് ആ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തി. അതിന് മുമ്പ് ആരും തൊട്ടിട്ടില്ലായിരുന്നല്ലോ. അതൊരു ഭയങ്കര ശക്തിയാണത്. ഒരു സ്നേഹത്തിൻ്റെ വിപ്ലവമായിരുന്നു. ആ പ്രേരണ ആ ക്രിസ്തുവിൽ നിന്ന് എനിക്ക് കിട്ടുകയാണ്. ആ ശക്തി എനിക്ക് ക്രിസ്തുവിൽ നിന്ന് കിട്ടുകയാണ്. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് മാറുന്നു. ആ ക്രിസ്തു
ഇന്ന് ദിവ്യകാരുണ്യത്തിലും കഷ്ടപ്പെടുന്ന കുഷ്ഠരോഗികളുടെ ഹൃദയത്തിലും ഇന്നുമുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന ക്രിസ്തു എനിക്ക് ധൈര്യം തന്നിട്ട് എന്നെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നില്ല എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്ന്. അതിനുള്ള അവസരം എനിക്ക് കിട്ടുന്നത് പോലെ ഇറക്കം കിട്ടത്തില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, നമ്മളെല്ലാം ഇവരെ ഒരു സ്നേഹത്തിൻ്റെ കണ്ടുകൊണ്ട് കാണുക, ഒരു സഹാനുഭൂതി കാണിക്കുക. We all should be capable of loving them. We should have sympathy for them, a solidarity with such kind of people, and a consideration that they are, he, she, every leprosy patient is my brother and my sister. അവനും അവളും എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്. ആ വീക്ഷണത്തോടെ നമുക്ക് നോക്കണം. ഇത്രയും അത് മതി. ദാഹിക്കുന്നവന് ദാഹജലമായി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹജലം നമ്മളിലേക്ക് വർഷിക്കുകയാണ്. ആ ജലത്തിന് വേണ്ടി നമ്മളും ദാഹിക്കുന്നു. മരണം വാതിൽ കയറുന്ന അഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിൽ കയറുന്ന അഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ചൻ കൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ. ചിറകടിച്ചൻ കൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ. ബാബ, ഈ മദർ തെരേസയുമായി വളരെയധികം അടുത്ത ഒരു ബന്ധം ബാബയ്ക്കുണ്ടായിട്ടുണ്ടല്ലോ. എന്തായിരുന്നു മദർ തെരേസയുമായിട്ടുള്ള ജീവിതവുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനും ആ കാഴ്ചപ്പാടും ഒക്കെ എന്താ? മദർ തെരേസയുടെ കൂട്ടത്തിൽ ഞാൻ 14 വർഷം ജോലി ചെയ്തു. 14 വർഷം ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. മദറിൻ്റെ ലൈഫ് ഓഫ് സിംപ്ലിസിറ്റി, ലൈഫ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് ലവ് വാസ് വെരി വെരി ഇൻസ്പയറിംഗ്. And that has helped me to come to Bihar and to do this kind of work. She was a very inspirational saint from whom I gained a lot of inspiration. പാവങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കാലിഘാട്ടിൽ മദർ വന്നു, ഞാനും ചെന്നിരുന്നു. ഞാൻ പിന്നീടാണ് ചെന്നത്. ബട്ട് ഐ സോ ദ സീൻ വാസ് വെരി ടച്ചിങ്. ഷീ വാസ് ഇൻ ദ ടോയ്ലറ്റ്സ് ഓഫ് ദ പേഷ്യൻസ്, ക്ലീനിങ്, rubbing and sweeping the floor, giving bath to the patients, to the broken bodies. That's very, very inspiring. And then I too thought, a foreigner coming from so far, doing this kind of work, down to earth service, kneeling down service. If she can do, why can't I also do this kind of work? So definitely she has inspired me and given me the strength to do this. He was a living Christ for me. ഈ ബീഹാറിലെ റെക്സോളിലേക്ക് ഈ സ്ഥലത്തേക്ക് വരാനുള്ള കാരണം എന്താണ്? ഈ റെക്സോളിലേക്ക് വരാൻ ഒരു
വിശേഷ കാരണം ഉണ്ടായി. നമ്മളിവിടെ ഇരിക്കുന്ന ഈ സ്ഥലമുണ്ട്, അത് നോമാൻസ് ലാൻഡാണ്. ഈ ബിൽഡിങ്ങും ഈ സ്ഥലവും എല്ലാം ഇന്ത്യയുടെ അവസാനമാണ്. ഇത് കഴിഞ്ഞ പിന്നെ നേപ്പാൾ ആരംഭമാണ്, എഡ്ജാണ്. പിന്നെ ബീഹാറിലെ കുഷ്ഠരോഗികളെല്ലാം ആട്ടി ഓടിച്ച് അവരെല്ലാം ഒരു സ്ഥലവും ഇല്ലാതെ ഈ നോമാൻസ് ലാൻഡിൽ വന്ന് താമസിക്കുകയായിരുന്നു, ചെറ്റക്കുടലുകളിൽ. അങ്ങനെ ഒരു 200 പേര് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. അന്നേരം അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ജീവിതമായിരുന്നത്.